ഹലോ, ഇന്നൊരു ചെറിയ DIY ആയാലോ? ഓരോ ഇയറിങ്സിൻ്റെയും പേര് കണ്ടുപിടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇയറിങ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് ബോക്സ് തന്നെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ബോക്സൊക്കെ എവിടെ നിന്നാണെന്നുള്ളത് എൻ്റെ മുന്നുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കായിട്ട് അറിയാൻ പറ്റും. കാണാത്തവർ പോയി കാണാം കേട്ടോ. അപ്പോൾ പിന്നെ കലാപരിപാടി ആരംഭിച്ചാലോ? ഇത് കളയാൻ വേണ്ടി എടുത്തു വെച്ച പീസായിരുന്നു. ഇതിനെക്കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാനിതിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നല്ല ചൂടുണ്ട്, കൈ പൊള്ളുന്നുണ്ട്. എന്നാലും ചൂടോടെ പ്രസ് ചെയ്തില്ലെങ്കിൽ അതവിടെ ഒട്ടി നിൽക്കില്ലേ. ഇനി ബാക്കി വന്ന സ്പേസിലേക്കും കൂടെ കുറച്ച് പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഈ ഒരു ബോക്സിൻ്റെ കട്ടിയുള്ള പോർഷനാണ് എടുക്കുന്നത്. അത് ഞാനൊരു വലിയ പീസും ആ വലിയ പീസും 3 പോർഷനായിട്ട് ഇതുപോലെ നടുകെ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ 2 ചെറിയ പീസും അതിങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വിടണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് കയറ്റി വെക്കാൻ പറ്റുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയേക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചതിൻ്റെ ബാക്കി പോർഷനിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് ഓരോന്നായിട്ടാണ് ഒട്ടിക്കുന്നത്. ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒട്ടിക്കുന്നു. 2 സൈഡ് നന്നായിട്ട് ഗ്ലൂ വെക്കുന്നുണ്ട്. ഇനി ഇളകി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പെട്ടിക്കകത്തുള്ള എല്ലാ സ്പേസും നമ്മൾ പാർട്ടീഷൻ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം കയ്യിലിരിക്കുന്ന കമ്മലുകളുടെ പെയർ കണ്ടുപിടിച്ചിട്ട് അത് ഓരോ സ്ക്വയറിലായിട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഇനിയിപ്പോൾ കമ്മലിൻ്റെ പെയർ തപ്പി നടക്കണ്ടല്ലോ, ഇതിനകത്തു നിന്ന് അങ്ങ് എടുക്കാമല്ലോ. പക്ഷേ തിരിച്ച് വെക്കുന്ന കാര്യത്തിലാണ് കേട്ടോ എനിക്ക് എന്നെ ഒരു വിശ്വാസം ഇല്ലാത്തത്. അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ കമ്മലുകളും ഞാൻ സുരക്ഷിതമായിട്ട് പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പെട്ടിയുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. അത് എങ്ങനെ ഇരിക്കും, നന്നായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ മടിക്കാതെ ഒരു ലൈക്ക് തന്നേക്കുക. കൂടാതെ വീണ്ടും ഇതുപോലെ വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബൈ.